إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم يا أيها النبي قل لأزواجك وبناتك ونساء المؤمنين يدنين عليهن من جلابيبهن ذلك أدنى أن يعرفن فلا يؤذين وكان الله غفورا رحيما. ഏറെ ആദരണീയരായ വിശ്വാസിനികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും വിരോധനങ്ങളും ജീവിതത്തിൽ ഉടനീളം എല്ലാ ഘട്ടങ്ങളിലും സന്ദർഭങ്ങളിലും പാലിച്ച് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് വളരെ ഗൗരവത്തോടുകൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കാൻ അവൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവും. ഒരു മുസ്ലിം പെൺകുട്ടി അവളുടെ മതം നിഷ്കർഷിക്കുന്ന ഹിജാബ് ധരിച്ചുകൊണ്ട് പ്രവേശന അനുമതി ഇല്ലാത്ത ഒരു സ്ഥാപനത്തിലേക്ക് സ്കൂളിൽ ഹിജാബ് ധരിച്ചുകൊണ്ട് പ്രവേശിക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം. സ്കൂളിന്റെ ഗേറ്റ് വരെ ഹിജാബിലായി വരികയും അവിടെ അഴിച്ചു വെച്ച് സ്കൂൾ നിയമം പാലിച്ചുകൊണ്ട് ഹിജാബ് ഇല്ലാതെ സ്കൂളിനകത്തേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്ന മറ്റു പെൺകുട്ടികൾ, യാതൊരുവിധ നിയമപരമായതോ മറ്റുള്ളതോ ആയ തടസ്സമില്ലാതെ സ്വതന്ത്രമായി ഹിജാബ് ധരിക്കുവാൻ അനുവാദമുള്ളിടങ്ങളിൽ ഹിജാബ് ഒട്ടും ധരിക്കാതെ പ്രവേശിച്ച് പഠിച്ച് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റൊരു വിഭാഗം. രാവിലെ മദ്രസയിലേക്ക് പോകുമ്പോൾ ഹിജാബ് ധരിക്കുകയും മദ്രസ വിട്ട് വീട്ടിലെത്തിയാൽ ഹിജാബ് അഴിച്ചു വെച്ച് പിന്നീട് തന്നിഷ്ടപ്രകാരമുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് സ്കൂളിലേക്ക്, കോളേജിലേക്ക്, ജോലി സ്ഥലത്തിലേക്ക് പോകുന്ന മറ്റൊരു വിഭാഗം. വിദ്യാഭ്യാസവും ഹിജാബും കൂട്ടിമുട്ടുമ്പോൾ ഹിജാബിനെ അവഗണിച്ച് വിദ്യാഭ്യാസത്തിന് മുൻഗണന നൽകുന്ന, ജോലിയും ഹിജാബും കൂട്ടിമുട്ടുമ്പോൾ ഹിജാബിനെ മാറ്റിവെച്ച് ജോലിക്ക് മുൻഗണന നൽകുന്ന കുറെ ആളുകൾ, എല്ലാറ്റിന്റെയും മേലെ കുറെ ആക്ടിവിസ്റ്റുകൾ. ഹിജാബ് ധരിക്കാൻ പാടില്ലേ എങ്കിൽ ഞാൻ ധരിക്കും, അതിന് മതവും ജാതിയും രാഷ്ട്രീയവും ഒന്നുമില്ല.
അങ്ങനെ ഒരു ആക്ടിവിസ്റ്റായി അറിയപ്പെടുന്നു സമൂഹം. ശബരിമലയിൽ മല ചവിട്ടാൻ പാടില്ല എങ്കിൽ ഞാൻ ചവിട്ടുന്നു. പിന്നെ അതിന്റെ പേരിലുണ്ടാകുന്ന എല്ലാ കോലാഹലങ്ങളും അതൊന്നും തന്നെ ബാധിക്കുന്നതല്ല. ഈ ഒരു കലങ്ങി മറിഞ്ഞു കിടക്കുന്ന സാമൂഹിക അന്തരീക്ഷം, അതിന്റെ എല്ലാറ്റിന്റെയും മേലെ ശവപ്പെട്ടിക്ക് ഒരു ആണിയെന്നോ ഹിജാബൊക്കെ ധരിച്ച് തട്ടൊക്കെ ധരിച്ച് പത്രമാധ്യമങ്ങൾ പ്രത്യക്ഷപ്പെടുന്ന സ്വാലിഹത്തായ സിനിമാ നടി ഉഷാറായി. ഇന്നത്തെ സാമൂഹികമായ ഒരു പശ്ചാത്തലമാണ്. ചോദ്യങ്ങളാണ്. അകത്തു നിന്ന് ചോദ്യം, പുറത്തു നിന്ന് ചോദ്യം. എന്താ പുറത്തുനിന്നുള്ള ചോദ്യം? ഹിജാബ് ധരിക്കുക എന്നുള്ളത് മതപരമായ നിർബന്ധമായ ഒരു ബാധ്യതയാണോ? ഒരു എസൻഷ്യൽ പ്രാക്ടീസായി കൊണ്ട് നടക്കപ്പെടേണ്ടതാണ്. ആണെങ്കിൽ എന്തുകൊണ്ട് എല്ലാവരും ധരിക്കുന്നില്ല? എല്ലാവരും നിസ്കരിക്കാൻ പള്ളിയിൽ പോകുന്നതാണ്. അപ്പൊ ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട് പുറത്തുള്ളവന് നിസ്കാരം എന്ന് പറയുന്നത് ഇസ്ലാമിൽ നിർബന്ധമായ ഒരു കാര്യമാണ്. സക്കാത്ത് ഇസ്ലാമിലെ നിർബന്ധ കാര്യമാണ് എന്ന് ആളുകൾക്കൊക്കെ അറിയാം. പക്ഷെ പുറം ലോകത്ത് ഇസ്ലാമിന്റെ പുറത്തുള്ളവൻ, അവന്റെ ചോദ്യമാണ് മീഡിയകളിലൂടെ നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്. അകത്തു നിന്നുള്ള ആളുകൾ, കുട്ടികൾ, അവരിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. ഒരു വായോണ്ടല്ല ചോദിക്കുന്നത്, അവരവരുടെ ജീവിത രീതി കൊണ്ടാണ്. ഹിജാബ് ധരിക്കാതെ പുറത്തേക്ക് ഇറങ്ങുന്നു. കാണുന്നവന് മനസ്സിലാവുന്നത് നിർബന്ധമുള്ള കാര്യമില്ല, നിർബന്ധമാണെങ്കിൽ ചെയ്യൂലേ എന്നുള്ളതാണ്. വലിയ ഗൗരവമുള്ള ആളുകളെ ഞെട്ടിക്കുന്ന ചോദ്യമാണ്. ഇസ്ലാം കാര്യത്തിൽ, ഈമാൻ കാര്യത്തിൽ ഹിജാബ് ഉണ്ടോ? അവിടെ പറഞ്ഞാലാണല്ലോ ചെയ്യേണ്ടത്. ഇസ്ലാം കാര്യത്തിൽ എണ്ണി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിർബന്ധം, ഈമാൻ കാര്യത്തിൽ എണ്ണി പറഞ്ഞാൽ അതും നിർബന്ധം. അത് ഇസ്ലാമിന്റെ ഫണ്ടമെന്റലുകളായി അറിയപ്പെടുന്ന 6 വിശ്വാസ കാര്യങ്ങൾ, 5 കർമ്മപരമായ കാര്യങ്ങൾ ഇത് ഇൻക്ലൂഡഡ് ആണോ അല്ലയോ എന്ന്. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം സ്ത്രീ സമൂഹത്തോടാണ്. വളരെ സ്നേഹപൂർവ്വം, വളരെ ആദരവോടുകൂടി അടിസ്ഥാനപരമായി നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട ചില തത്വങ്ങൾ. ഇസ്ലാമിലെ നിർബന്ധമായ ഒരു കർമ്മമാണോ ഒരു സ്ത്രീ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, അന്യനിലേക്ക് ഇറങ്ങുമ്പോൾ ഹിജാബ് ധരിക്കുക എന്നുള്ളത് ആണോ എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന്റെ ഉത്തരം അതെ എന്നുള്ളതാണ്. അത് വാജിബൻ, നിർബന്ധമാകുന്നു. തന്നെ വിവാഹം കഴിക്കുവാൻ അനുവദനീയമായ ആളുകൾ, അനുവാദമില്ലാത്ത ആൾക്കാരുണ്ട്. ഒരു പെൺകുട്ടിയെ വാപ്പ കല്യാണം കഴിക്കാൻ പാടില്ല, ജ്യേഷ്ഠൻ, അനുജൻ, ബ്രദേഴ്സ് കല്യാണം കഴിക്കാം, പിന്നെ സഹോദരന്മാര്, സഹോദരിമാര്, പിന്നെ താഴെ മേലെയുള്ള ബ്രദേഴ്സ്, അമ്മാവന്മാര്, ഉപ്പയുടെ ബ്രദേഴ്സ്. ഇതല്ലാതെ വിവാഹം കഴിക്കൽ അനുവദനീയമായ ആരൊക്കെയുണ്ടോ അവരുടെ മുൻപിലേക്ക് പ്രായപൂർത്തിയെത്തിയ ഒരു പെൺകുട്ടി കടന്നു വരുമ്പോൾ അവൾ ഹിജാബിലായിരിക്കണം. ഇസ്ലാമിക പണ്ഡിത ലോകത്ത് അഭിപ്രായ വ്യത്യാസമുള്ള ചില ആളുകളുണ്ട്. പുതിയ പുതിയ വക്കീലുമാര്, പുതിയ പുതിയ സിനിമാ നടിമാര്, പുതിയ പുതിയ നോവലിസ്റ്റുമാർ, ഇവർക്കൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇസ്ലാമിൽ യാതൊരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസവുമില്ല. ഇസ്ലാമിൽ ഒരു ചോയ്സ്, മറ്റൊരു ഓപ്ഷൻ ഇല്ലാത്ത വിധം നിർബന്ധമായ ഒരു കാര്യമാണ്. അത് എവിടുന്നത് ബോധ്യപ്പെടുക? അതിന് പ്രമാണം വിശുദ്ധ ഖുർആൻ. വിശുദ്ധ ഖുർആനിന്റെ 2 വചനങ്ങളിലൂടെ സ്ത്രീ, പ്രായപൂർത്തിയെത്തിയ സ്ത്രീ അന്യപുരുഷന്റെ മുൻപിലേക്ക് കടന്നു വരുമ്പോൾ ഹിജാബ് ധരിക്കണം എന്നുള്ളത് വിശുദ്ധ ഖുർആനിന്റെ ഖണ്ഡിതമായ ആയത്തുകൾ കൊണ്ട് സ്ഥാപിതമാണ്. എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരിമാർ ആ വിഷയത്തിൽ ജാഗരൂകരായി. 24-ാം അധ്യായം സൂറത്തുൻ നൂറിന്റെ 31-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഖുല്ലിൽ മുഅ്മിനാത്ത്, മുഅ്മിനാത്തുകളോട്, സത്യവിശ്വാസിനികളോട് പ്രവാചകരെ താങ്കൾ പറയണം. എന്താ പറയേണ്ടത്? യഗ്ളുന മിൻ അബ്സാരിഹിന്ന വയഹ്ഫദുന ഫുറൂജഹുന്ന, അവരുടെ കണ്ണുകളെ അവർ താഴ്ത്തണം, അവരുടെ രഹസ്യാവയവങ്ങളെ, ലൈംഗിക അവയവങ്ങളെ അവർ കാത്തു സംരക്ഷിക്കണം. വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ മാ വഹറ മിൻഹാ, അവളുടെ സൗന്ദര്യത്തിൽ നിന്ന് പ്രത്യക്ഷമായതൊഴിച്ച് അവൾ പ്രകടിപ്പിക്കുവാൻ പാടുള്ളതല്ല. വൽയദ്രിബന ബിഖുമുരിഹിന്ന അലാ ജുയൂബിഹിന്ന
അവളുടെ ശിരോവസ്ത്രം, അവളുടെ തലയിലിട്ടിട്ടുള്ള തലമക്കന അതവൾ അവളുടെ മാറിലൂടെ താഴ്ത്തിയിടണം. അതിനാണ് ഹിജാബ് എന്ന് പറയാം. ഈ ഹിജാബ് എന്താന്ന് മനസ്സിലായിട്ടില്ല ആൾക്കാർ. കറുത്ത തുണി, അതിനാണ് ഹിജാബ് എന്ന് പറയുന്നത്. കളർ കറുപ്പായിക്കോണം നിർബന്ധമൊന്നുമില്ല. മറിച്ച് തല മറഞ്ഞിരിക്കണം പൂർണ്ണമായി. അതേ വസ്ത്രം കൊണ്ട് അവരുടെ മാറും മറക്കപ്പെടേണ്ടതുണ്ട്. വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ ലിബുഉലതിഹിന്ന ഔ ആബാഇഹിന്ന ഔ ആബാഇ ബുഉലതിഹിന്ന ഔ അബ്നാഇഹിന്ന ഔ അബ്നാഇ ബുഉലതിഹിന്ന. അവളുടെ വീട്ടിൽ അവൾ ജീവിക്കുമ്പോൾ, വീടിന്റെ ഉള്ളിൽ ജീവിക്കുമ്പോൾ കുറച്ചൊക്കെ ഒരു എക്സ്ക്യൂസ് ഉണ്ട് ഈ വിഷയത്തിൽ. പൂർണ്ണമായി അവളുടെ ഹിജാബിൽ നിന്ന് കൈയൊന്നും ഇങ്ങനെ കയറ്റി വെക്കാന് ഒക്കെ ഉള്ള ചെറിയൊരു ഇളവ്, അത് ആരുടെ മുമ്പിലാണ് ആകാവുന്നത്? ഭർത്താക്കന്മാരുടെ പിതാക്കന്മാർ, അവരുടെ മക്കൾ, അവരുടെ ഭർത്താക്കന്മാരുടെ മക്കൾ, അവരുടെ സഹോദരന്മാർ, അവരുടെ സഹോദരന്മാരുടെ മക്കൾ, അവരുടെ സഹോദരിമാരുടെ മക്കൾ, അവരുടെ സ്ത്രീകൾ അഥവാ മുസ്ലിംകളായിട്ടുള്ള സ്ത്രീകൾ, അവരുടെ വലങ്കൈകൾ ഉടമപ്പെടുത്തിയിട്ടുള്ള അവരുടെ അടിമകളായിട്ടുള്ള ആളുകൾ. അതുപോലെ തന്നെ സ്ത്രീയെ സംബന്ധിച്ച് താല്പര്യമൊന്നുമില്ലാത്ത നിലക്ക് വീടുകളിൽ അവരുടെ സേവകരായിക്കൊണ്ട് അവരുടെ കൂടെ നടക്കുന്ന പുരുഷന്മാർ, സ്ത്രീകളുടെ ഔറത്തിനെ സംബന്ധിച്ച് ബോധ്യമില്ലാത്ത കുട്ടികൾ, ഇവരുടെയൊക്കെ മുമ്പിൽ ചെറിയ ചെറിയ അളവൊക്കെ അനുവദനീയമാണ്. ഒന്നാമത്തെ ആയത്ത് സൂറത്ത് നൂറിന്റെ 31-ാമത്തെ വചനത്തിലൂടെ എവിടെയാണ് ഇത് നിർബന്ധം എന്ന് ചോദിക്കുന്ന ആളുകളോട് നമുക്ക് പറയുവാനുള്ളത്, നമ്മുടെ സഹോദരിമാർ ഉൾക്കൊള്ളേണ്ടത്, ആ സഹോദരിമാർ തങ്ങളുടെ വീട്ടിൽ തങ്ങളുടെ മക്കളെയും മറ്റുള്ളവരെയും സംരക്ഷിക്കാൻ വിശുദ്ധ ഖുർആനിന്റെ കൽപ്പനയാണ്. ഖുർആൻ വീണ്ടും പറയുന്നു 33-ാം അധ്യായം സൂറത്ത് അഹ്സാബിന്റെ 59-ാമത്തെ ആയത്തിലൂടെ, യാ അയ്യുഹൻ നബിയ്യ, അല്ലയോ പ്രവാചകരെ, ഖുൽ ലി അസ്വാജിക്, താങ്കൾ പറയണം. ആരോട്? ലി അസ്വാജിക, താങ്കളുടെ ഭാര്യമാരോട്, വബനാതിക, താങ്കളുടെ പെൺമക്കളോട്, വനിസാഇൽ മുഅ്മിനീൻ, മുഅ്മിനുകളുടെ സ്ത്രീകളോട്. നമ്മളൊക്കെ മുഅ്മിനീങ്ങളാണ്, വിശ്വാസി സമൂഹം. അവരുടെ സ്ത്രീകൾ, മുസ്ലിം സമൂഹത്തിലെ പുരുഷന്മാരുടെ ഭാര്യമാരായിട്ടുള്ള അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ത്രീ സമൂഹം, അവരോട് പറയണം. എന്താ പറയേണ്ടത്? യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന, അവരുടെ മൂടുപടങ്ങൾ തങ്ങളുടെ ശരീരത്തിലൂടെ അവർ താഴ്ത്തിയിടട്ടെ. ദാലിക അദ്നാ അൻ യുറഫ്ന ഫലാ യുദീൻ. എന്തിനാണെന്നറിയോ? ഇസ്ലാമിലെ ഹിജാബ് ഒന്ന് ഐഡന്റിഫിക്കേഷൻ. ഇവൾ അടക്കമുള്ളവളാകുന്നു, ഇവൾ ഒതുക്കമുള്ളവളാകുന്നു, ഇവർ നാട്ടിലുള്ള മുഴുവൻ കാമ കണ്ണുകൾക്കും കൊത്തിവരിക്കാനുള്ള, പ്രദർശിപ്പിക്കാനുള്ള ഒരു പ്രദർശന വസ്തുവല്ല ഞാൻ അള്ളാഹുവിന് കീഴൊതുങ്ങുന്ന ഒരു ഖാനിതത്ത് ആകുന്നു എന്ന് സമൂഹത്തിന് തിരിച്ചറിയാൻ. ആ മേഖലയിലേക്ക് നോക്കിയിട്ട് കാര്യമല്ല, അതൊരു കാറ്റഗറി വേറെയാണ് എന്ന ഒരു തിരിച്ചറിവിനുള്ളതാണ് ഹിജാബ്. അവൾ ദ്രോഹിക്കപ്പെടാതിരിക്കുക. ഒരു സ്ത്രീ പുരുഷനാൽ ആക്രമിക്കപ്പെടുക എന്നത് സ്വാഭാവികമായ ഒരു പ്രക്രിയയാണ്. അത് സംഭവിക്കാതിരിക്കാൻ അവളുടെ മൂടുപടങ്ങളെ, ശിരോവസ്ത്രങ്ങളെ മാറിലൂടെ, ശരീരത്തിലൂടെ തൂക്കിയിടപ്പെടണം എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിനോട്, ഹദീസിനോട് പ്രതിബദ്ധതയുള്ള, അതനുസരിച്ചു കൊണ്ടാണ് ഞാൻ ജീവിക്കേണ്ടത് എന്ന ഉത്തമമായ ബോധ്യമുള്ള ഏതൊരു സഹോദരിയുടെയും മേൽ ഇത് നിർബന്ധമാണ് എന്ന് മനസ്സിലാക്കുക. അതെ, ഇതൊരു എസെൻഷ്യൽ പ്രാക്ടീസ് ആകും. രണ്ടാമത്തെ ചോദ്യം, ഈമാൻ കാര്യത്തിൽ, ഇസ്ലാം കാര്യത്തിലൊക്കെ ഉണ്ട്. ശിരോവസ്ത്രം ധരിക്കണം, ഹിജാബ് ധരിക്കണം എന്ന് ഇസ്ലാം കാര്യങ്ങളുടെ ഭാഗമാണ്. നമസ്കാരം പറയുന്നതിന് മുൻപ് ഇസ്ലാം കാര്യത്തിൽ ഒന്നാമത്തേത് ഷഹാദത്ത. എന്താണ് ഷഹാദത്ത്? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹുമില്ല എന്ന് എന്റെ ജീവിതം കൊണ്ട് ഞാൻ സാക്ഷിയാണ്.
മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് ദൂത് സ്വീകരിച്ചുകൊണ്ട് അത് എത്തിച്ചു തന്ന പ്രവാചകനാണ്. ആ പ്രവാചകൻ എന്തൊക്കെ കൽപ്പിച്ചിട്ടുണ്ടോ ആ കൽപ്പിച്ചത് മുഴുവൻ ജീവിതം കൊണ്ട് ഞാൻ സാക്ഷീകരിക്കുമെന്നുള്ള പ്രഖ്യാപനമാണ് ഷഹാദത്ത്. ആ പ്രവാചകന്റെ കൽപ്പനകളിലൂടെ എന്തൊക്കെ വിരോധിക്കപ്പെട്ടിട്ടുണ്ടോ ആ വിരോധനങ്ങളിൽ നിന്നെല്ലാം ഞാൻ വിട്ടുനിൽക്കുമെന്ന് വായ കൊണ്ട് പറയലല്ല, വായ കൊണ്ട് പറയുന്നതോടൊപ്പം ഹൃദയത്തിൽ ഊട്ടിയുറപ്പിക്കുന്നതോടൊപ്പം ശരീരം കൊണ്ടുള്ള പ്രകടനമാണ് ഷഹാദത്ത് എന്ന് പറയുന്നത്. അതാണ് വിശുദ്ധ ഖുർആൻ 59-ാമത്തെ സൂറത്ത് ഹശ്റിന്റെ 7-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വമാ ആതാകുമുർ റസൂൽ ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫന്തഹു. അല്ലാഹുവിന്റെ റസൂല് നിങ്ങൾക്ക് എന്തൊന്ന് കൊണ്ടുവന്നുവോ അത് നിങ്ങൾ സ്വീകരിക്കണം, അവൻ എന്തൊന്ന് നിങ്ങളോട് വിരോധിച്ചുവോ ആ വിരോധിച്ചതിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന ഖുർആനിന്റെ ഖണ്ഡിതമായ കൽപ്പന അത് ഷഹാദത്തിന്റെ സാക്ഷീകരണത്തിലൂടെ പ്രകടമാക്കേണ്ടതുണ്ട്. ഓരോ കാര്യം എടുത്തിട്ട് ഇസ്ലാം കാര്യത്തിലുണ്ടോ ഈമാൻ കാര്യത്തിലുണ്ടോ എന്ന് ചോദ്യം തുടങ്ങിയാൽ ഒരാളിങ്ങനെ മദ്യപിച്ച് ലക്കിട്ട് കിടക്കുക. മുസ്ലിം പേരം അത് ചിലപ്പം വക്കീലോ ഡോക്ടറോ വേറെ എന്തെങ്കിലുമൊക്കെ ജാതിപ്പെട്ടതായിരിക്കാം. എന്നിട്ട് മുസ്ലിം അല്ലടോ മദ്യപിക്കാൻ പാടുണ്ടോ? ഇസ്ലാം കാര്യത്തിൽ മദ്യപിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇസ്ലാം കാര്യത്തിൽ വ്യഭിചരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇസ്ലാം കാര്യത്തിൽ പലിശ തിന്നാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇസ്ലാം കാര്യത്തിൽ മാതാപിതാക്കളെ ആദരിക്കണം, ബഹുമാനിക്കണം, സ്നേഹിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ? അയൽവാസികളോടുള്ള ബാധ്യത നിർവഹിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പിന്നെ ഒന്നും ബാക്കിയുണ്ടല്ലോ, പിന്നെ ഇസ്ലാം ഉണ്ടാവൂല. എല്ലാം ഉൾപ്പെട്ടു ഷഹാദത്തിനകത്ത്. അള്ളാഹുവിന്റെ റസൂലിന്റെ റിസാലത്തിന് അനുഭവത്തിന് ആര് സാക്ഷ്യപ്പെടുത്തുന്നുവോ അവന്റെ മേൽ ആ പ്രവാചകനും അള്ളാഹുവും ഖുർആനിലൂടെ ഹദീസിലൂടെ ഒരു കാര്യം പഠിപ്പിച്ച പിന്നെ മറ്റൊരു ഓപ്ഷൻ വിശ്വാസിക്കില്ല. ഖുർആൻ സൂറത്ത് അഹ്സാബിന്റെ 36-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു പറയുന്നു വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറാ അൻ യകൂന ലഹുമുൽ ഖൈറതു മിൻ അംരിഹിം. ഈ വിഷയത്തിൽ മതത്തിന്റെ കാര്യത്തിൽ അള്ളാഹുവും അവന്റെ റസൂലും ഒരു വിധി തീർപ്പ് ഒരു കാര്യം നിർണയിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിശ്വാസിക്കാവട്ടെ ഒരു വിശ്വാസിനിക്കാവട്ടെ അവന്റെ ഒരു സ്വന്തം ഒരു അഭിപ്രായം പിന്നെ ആ വിഷയത്തിൽ ഉണ്ടാകാൻ പാടുള്ളതല്ല എന്ന് സൂറത്ത് അഹ്സാബിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കും. ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ സഹോദരി ജ്യേഷ്ഠത്തി അസ്മാ റളിയല്ലാഹു തആല അവരൊരു ദിവസം റസൂലുള്ളാഹിന്റെ വീട്ടിലേക്ക് കയറുകയാണ്. ആയിഷ ബീവിന്റെ അടുത്തേക്ക് അനിയത്തിന്റെ അടുത്തേക്ക് വന്നത്. അബൂദാവൂദ് രേഖപ്പെടുത്തുന്ന ഹദീസിൽ കാണാം ഇന്ന അസ്മാ ബിൻത് അബീ ബക്കർ ദഖൽതു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലൈഹി വസ്ത്രം ഒരു അവസ്ഥയിലുള്ള വസ്ത്രം ധരിച്ചുകൊണ്ടാണ് അസ്മാ റളിയല്ലാഹു തആല ഫഅറള അൻഹാ. അല്ലാഹുവിന്റെ റസൂല് ഭാര്യന്റെ ജ്യേഷ്ഠത്തിൽ ഒന്നും കൂടെ മുഖം إن المرأة إذا بلغت المحيض لم يصلح أن يرى منها إلا هذا وهذا. ഒരു സ്ത്രീ അവൾ അർത്ഥവതിയായാൽ അവൾ പ്രായത്തിയെത്തിയാൽ ഈ ഭാഗം ഒഴിച്ച് إلا هذا وهذا وأشار إلى وجهه وكفيه കൈപ്പട അത് ഖുർആനിന്റെ പ്രാവർത്തികമായ രൂപമാണ്. നിസാഉൽ മുഅ്മിനീങ്ങളോട് പറയേണ്ടതാണ് മൂടുപടം ധരിക്കണം. മതം പ്രമാണം അനുവദിക്കുന്നു, ഹദീസ് അനുവദിക്കുന്നു, പണ്ഡിത ലോകം ഇജ്മാ ഉണ്ടെന്ന് പറയുന്നു. ഈ നാട്ടിലുള്ള കോടതി സംവിധാനങ്ങൾ പലവിധ കേസുകളിലായി അനുവാദം നൽകുന്നു. എല്ലായിടങ്ങളിലും സ്വന്തം മതനിയമങ്ങൾ പാലിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഭരണഘടന വകവെച്ചു നൽകുന്നു. പോലീസ് ഡിപ്പാർട്ട്മെന്റ് താടി വളർത്താൻ പാടില്ല എന്നാണ് നിയമം അങ്ങനെ. പക്ഷേ ശബരിമലയിൽ ഏകാദശി നാളുകളിൽ 41 നാളത്തെ വ്രതമെടുത്തുകൊണ്ട് മല ചവിട്ടാൻ വേണ്ടി നേർച്ച നേർന്ന ഒരു വ്യക്തി അവന് സ്പെഷ്യൽ പെർമിഷനോട് കൂടി താടി വളർത്തും. അത് അവന്റെ മതാചാരമാണ്. സ്വാതന്ത്ര്യമുണ്ട് എല്ലാ മേഖലകളിലും. ഹെൽമെറ്റ് ധരിക്കണം ബൈക്ക് ഓടിക്കുമ്പോ എന്ന നാട്ടിലെ നിയമം. ടർബൺ ധരിച്ച തലപ്പാവ് ധരിച്ച സിഖുകാരന് അവന് എക്സ്ക്യൂസ് ഉണ്ട്. ആ വിഷയം മുഴുവൻ സമയവും ആ കെട്ട് തലയിൽ ഉണ്ടാവണം എന്നത് അവന്റെ മതാചാരമാണ്.
പൊതു നിയമം വളരെ വ്യക്തമായി ഖണ്ഡിതമായി എഴുതി രേഖപ്പെടുത്തപ്പെട്ട മതനിയമങ്ങൾ നിലനിൽക്കുന്നിടത്ത് മതവിശ്വാസികൾക്ക് അവരുടേതായ ഇളവുകൾ നൽകിയിട്ടുണ്ട്. ആ ഇളവ് എന്റെ അവകാശമാണെന്ന് തിരിച്ചറിവ് എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരിമാരെ നമ്മിൽ ഉണ്ടാവണം എന്ന് നിങ്ങൾ മനസ്സിലാക്കും. ഇവിടെ പരിഹസിക്കാൻ ആള് വരും. 100 ആളുകളിൽ നിന്ന് 5 ആള് പുറത്തേക്ക് ഹിജാബ് ഇട്ട് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് മാത്രം എന്താ ഇത്ര ഒരു തീവ്രമായ നിലപാട്, ഒരു സമീപനം? തീവ്രവാദികളാവും. പിന്നെ പലതരത്തിലുള്ള പ്രയോഗങ്ങൾ നടത്തും. കറുത്ത ചാക്ക് കെട്ട് എന്നൊക്കെയാണ് പൊതുവെ പ്രയോഗിക്കുക. എന്തു പറഞ്ഞാലും എന്റെ സഹോദരിമാരോട് പറയാനുള്ളത് ക്ഷമിക്കണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ക്ഷമയുടെ, സ്വഹാബികളോട് പറയാ റസൂൽ, ശക്തമായ ക്ഷമ ക്ഷമിക്കേണ്ട ചില നാളുകൾ വരാനിരിക്കുന്നുണ്ട്. ഒരു തീയിന്റെ കനല് കയ്യിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കണമെങ്കിൽ എത്ര ക്ഷമ, അത്രമാത്രം ക്ഷമിക്കേണ്ടി വരുന്ന നാളുകളിൽ ഇസ്ലാമിലെ അമല് പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി കയ്യിൽ തീക്കനൽ പിടിച്ചുകൊണ്ട് ക്ഷമിക്കുന്ന ഒരു നാളുകൾ വരാനിരിക്കുന്നുണ്ട്. അന്ന് ഇത്തരം കാര്യങ്ങൾ പ്രാവർത്തികമാക്കുന്ന ആളുകൾക്ക് 50 ആളുകളുടെ പ്രതിഫലം ഉണ്ടായിരിക്കും എന്നുള്ളത്. ഇത് കേട്ട സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ് അജ്റു 50 മിൻഹും, ഏത് കാലത്താണോ ഈ വരുന്നത് അക്കാലഘട്ടത്തിലുള്ള ആളുകൾ 50 ആളുകളുടെ പ്രതിഫലമാണോ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞത് അജ്റു 50 മിൻകും, നിങ്ങളിൽ നിന്നുള്ള 50 ആളുകൾ. ഇമാം അബൂദാവൂദ് രേഖപ്പെടുത്തുന്ന ഹദീസ്. സ്വഹാബികളിൽ നിന്ന് 50 ആളുകൾ ചെയ്യുന്ന കർമ്മം, ആ കർമ്മത്തിന്റെ പ്രതിഫലമായിരിക്കും പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് ക്ഷമയോടുകൂടി ഇസ്ലാമിന്റെ നിയമങ്ങളെ സ്വീകരിക്കാൻ തയ്യാറാകുന്ന ആളുകൾക്കുള്ള അള്ളാഹുവിന്റെ വാഗ്ദാനം. അതാ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, ആ വിഷയത്തിൽ ജാഗരൂകരാവേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വഹീഹ് മുസ്ലിം രേഖപ്പെടുത്തുന്ന ഹദീസ്, ബദഅൽ ഇസ്ലാമു ഗരീബ, ഇസ്ലാം വന്നത് അത് അപരിചിതാവസ്ഥയിലാണ്. മുഹമ്മദ് നബി വന്നിട്ട് തൗഹീദ് പറയുമ്പോ ആളുകളൊക്കെ അന്തം വിട്ട് നോക്കും. വദ്ദിനെയും സുവാഇനെയും ലാത്തനെയും ഉസ്സയും മനാത്തിയും ഹുബിൽ, കണ്ണിൽ കണ്ടതിനെ മുഴുവൻ ആരാധിക്കുന്ന ആളുകൾ. എല്ലാ ആരാധനയും റബ്ബിനോട് മാത്രമായിരിക്കണം. അത് ഇബ്രാഹിം നബിന്റെ കാലം തൊട്ട് അതിനു മുമ്പ് പഠിപ്പിക്കപ്പെട്ട തത്വമാണ്. ആ ഇബ്രാഹിം നബി സ്ഥാപിച്ചതാ കഅബ. ആ കഅബന്റെ ഉള്ളിലെ ഇബ്രാഹിം നബിന്റെ വിഗ്രഹം ഉള്ളത്. എന്നിട്ട് ഈ തൗഹീദ് പറയുമ്പോ, ഇസ്ലാമിന്റെ നിയമങ്ങൾ പറയുമ്പോൾ ആളുകൾക്ക് ഒരു അപരിചിതത്വം, ആദ്യമായിട്ട് കേൾക്കുന്നത് പോലെ. എന്നിട്ട് റസൂലുള്ളാഹി ഇസ്ലാം സ്ഥാപിച്ചു, പഠിപ്പിച്ചു, കഅബാലയം ശുദ്ധീകരിച്ചു, എല്ലാം നടത്തി. എന്നിട്ട് വീണ്ടും പഴയ അവസ്ഥയിലേക്ക് തിരിച്ചുപോയി. ഇനി സയഊദു കമാ ബദഅ ഗരീബ, ഇതുപോലെ ഒരു ഫ്രഷ്നെസ്, ഒരു അപരിചിതത്വം ആളുകൾക്ക്. ഇത് ദീൻ ഇങ്ങനെ പറയുമ്പോ ഇത് ആദ്യമായിട്ട് കേൾക്കുകയാണല്ലോ. കഴിഞ്ഞ തലമുറ, തൊട്ട് മുമ്പുള്ള തലമുറയെ കണ്ടത് ഇങ്ങനെയല്ല, അതിനു മുമ്പുള്ള തലമുറയെ കണ്ടതും ഇങ്ങനെയല്ല. വ്യത്യസ്തങ്ങളായ ഡൈവേഷനുകൾ, ദീനിൽ നിന്ന് വ്യതിചലിച്ചു പോയ വിശ്വാസ കർമ്മരേഖകൾ, സ്വഭാവം, പെരുമാറ്റ രംഗങ്ങളിലും വസ്ത്രധാരണ മേഖലയിലും ഒക്കെ കണ്ട് ശീലിച്ച് ഇതാണ് ശരിയെന്ന് ധരിച്ച് എന്നിട്ട് ആയത്തോതി കേൾപ്പിച്ചു കൊടുക്കുമ്പോൾ ഒരു അപരിചിതത്വം തോന്നും. ആ അപരിചിതത്വം, അപരിചിതരായി കടന്നു വരുന്ന ആളുകൾ, ഇസ്ലാമിന്റെ നിയമങ്ങളെ പാലിച്ചുകൊണ്ട് അങ്ങാടിയിലേക്ക് ഇറങ്ങുന്ന ആളുകൾ, അപരിചിതർക്ക് മംഗളം എന്നാണ് റസൂലുള്ളാഹി. അള്ളാഹുവിന്റെ ആശംസകൾ, അള്ളാഹുവിന്റെ സംരക്ഷണം അത്തരം ആളുകളുടെ മേലുണ്ടായിരിക്കും എന്ന് മനസ്സിലാക്കി വെക്കുക. സഹോദരിമാരുടെ ഈ വിഷയത്തിന്റെ ഗൗരവത്തിന്റെ ഒരു ഭാഗം എന്ന നിലയ്ക്ക് രണ്ടാമത് ഇതിന്റെ ഒരു വശം സൂചിപ്പിക്കുവാനുള്ളത്, ലക്ഷ്യമറിഞ്ഞുകൊണ്ട് ഹിജാബ് ധരിക്കും. എന്തിനാണ് ഹിജാബ് ധരിക്കുന്നത്? നേരം വെളുത്ത് പുറത്തേക്ക് ഇറങ്ങുക, എന്തെങ്കിലും ഒരു തുണി എടുക്കണം, എന്നാ ശരി, മേൽക്കൂടെ അതങ്ങോട്ട് വേഗട്ടാൽ പണി തീരും, അധികം സമയം ചുറ്റിക്കെട്ടാൻ വേണ്ടി നിൽക്കേണ്ടതില്ല എന്ന നിലക്കുള്ള ഒരു പർദ്ദ ധരിക്കലും ഹിജാബ് ധരിക്കലും ആണ്. അല്ല, ഒന്ന് ഇതാഅത്തുല്ലാഹ്, ഇതാഅത്തുർ റസൂൽ, ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത് റബ്ബിനനുസരിച്ച് കൊണ്ടായിരിക്കണം. എന്റെ റബ്ബിന്റെ കൽപ്പനയെ, വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ ആ കൽപ്പനയെ ഞാൻ അനുസരിക്കുന്നു. ആ കൽപ്പനകൾ പ്രാവർത്തികമാക്കിയ അള്ളാഹുവിന്റെ റസൂലിന്റെ നിർദ്ദേശങ്ങളെ ഞാൻ അനുസരിക്കുന്നു എന്ന നിയ്യത്ത് ഈ ഹിജാബ് ധരിക്കുമ്പോൾ, ഇസ്ലാമിക വസ്ത്രധാരണം സ്വീകരിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങളിൽ ഉണ്ടായിരിക്കണം. രണ്ടാമതായി തഖ്വയുടെ മാനദണ്ഡമാണത്. ജീവിതത്തിൽ പാലിക്കേണ്ട അതിസൂക്ഷ്മതയുടെ ഭാഗമാണത്.
വിശുദ്ധ ഖുർആൻ പറയുന്നു, യാ ബനി ആദം ഖദ് അൻസൽനാ അലൈക്കും ലിബാസൻ യുവാരി സൗആതികും വരീശാ വലിബാസു തഖ്വാ ദാലിക ഖൈർ. ലിബാസു തഖ്വാ, തഖ്വയുടെ വസ്ത്രമാണ് ഏറ്റവും ഖൈറായിട്ടുള്ളത്. രണ്ടു തരം വ്യാഖ്യാനമാണ് ആയത്തിന്റെ ആ ഭാഗത്തിനുള്ളത്. ഈ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും തഖ്വ പാലിക്കേണ്ടതുണ്ട്, റബ്ബിനെ സൂക്ഷിക്കേണ്ടതുണ്ട്, ഭയപ്പെടേണ്ടതുണ്ട്, നരകത്തെ ഭയപ്പെടേണ്ടതുണ്ട്. വസ്ത്രം ധരിക്കുന്നിടത്തും പ്രത്യേകമായ തഖ്വ ഉണ്ടായിരിക്കണം എന്ന് അറിഞ്ഞിരിക്കുക. താൻ ഒരു തഖ്വയുള്ള മുത്തഖിയാണ് എന്നതിന്റെ അടയാളം പ്രകടിപ്പിക്കാനായിരിക്കണം ഹിജാബ് ധരിക്കേണ്ടത്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം മുസ്ലിം രേഖപ്പെടുത്തുന്ന ഹദീസിൽ കാണാം, സുൻഫാനി മിൻ അഹ്ലിൻ നാർ, രണ്ട് വിഭാഗം ആളുകൾ അവർ നരകത്തിന്റെ അവകാശികളാണ്. ലം അറഹുമ, ഞാൻ അവരെ കണ്ടിട്ടില്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്തില്ല, പിൽക്കാലത്ത് വരാനിരിക്കുന്ന രണ്ട് വിഭാഗം ആളുകൾ. അതിലൊരു വിഭാഗം ആരാ? ഖൗമുൻ മഅഹും സുയാത്തുൻ കഅദ്ലാബിൽ ബഖർ. അതിൽ ഒരു വിഭാഗം ആളുകള് അവരുടെ കയ്യിൽ ഒരു ചട്ടവാറുണ്ട്, അത് പശുവിന്റെ വാല് പോലെയുള്ളതാണ്. അതുകൊണ്ട് അവർ യളുരിബൂനന്നാസ്, ജനങ്ങളെ അടിക്കുന്നു, ദ്രോഹിക്കുന്നു. ജനങ്ങളെ ദ്രോഹിക്കുന്ന, ഗുണ്ടായിസം കാണിക്കുന്ന, റൗഡിസം കാണിക്കുന്ന ഒരു വിഭാഗം ആളുകൾ. രണ്ടാമത്തെ ഒരു വിഭാഗം അത് വനിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ മുമീലാത്തുൻ മായിലാത്ത് റഊസുഹുന്ന കഅസ്നിമത്തിൽ ബുഖ്തിൽ മായില ലാ യദ്ഖുൽനൽ ജന്ന വലാ യജിദുന റീഹഹ ഫഇന്ന റീഹഹ ലാ യൂജദു മിൻ മസീറത്തിൻ കദാ വകദാ. പെണ്ണുങ്ങളാണ് അവര്. എന്താണ് അവരുടെ പ്രത്യേകത? അവര് മറ്റുള്ളവരിലേക്ക് ഇങ്ങനെ ചായും ചിരിച്ച്, അവരുടെ വസ്ത്രധാരണം കൊണ്ട് അലങ്കാരങ്ങൾ പ്രകടിപ്പിച്ച്, മറ്റവനെ കണ്ടാൽ ഇങ്ങോട്ടൊന്ന് ബന്ധപ്പെടാൻ, ഇങ്ങോട്ടൊന്ന് സംസാരിക്കാൻ, ഒന്ന് ചിരിക്കാൻ തോന്നാൻ പറ്റുന്ന കോലത്തിൽ പെരുമാറും. അങ്ങോട്ട് ചായുന്ന, ഇങ്ങോട്ട് പുരുഷന്മാരെ ചായ്പിക്കുന്ന, തല ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെ മുടി കെട്ടിവെച്ച് അങ്ങനെ നടക്കുമ്പോൾ അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കളിക്കുന്ന പുരുഷന്മാർക്കിടയിലേക്ക് വസ്ത്രധാരണം കൊണ്ടും മറ്റു പ്രകടനങ്ങൾ കൊണ്ടും ഒക്കെ ഇറങ്ങി വരുന്ന സ്ത്രീ സമൂഹം. അള്ളാന്റെ റസൂല് പറയാ, ലാ യദ്ഖുലുൽ ജന്ന, അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. വലാ യജിദുന റീഹഹ, അതിന്റെ പരിമളം അവർ ഒരിക്കലും ആസ്വദിക്കുകയും അനുഭവിക്കുകയുമില്ല. അതിന്റെ പരിമളം എന്ന് പറയുന്നത് വിദൂരങ്ങളിലേക്ക് അടിച്ചു വീശുന്നതാണ് സ്വർഗത്തിന്റെ പരിമളം. അത് അവർക്ക് അനുഭവിക്കാൻ കഴിയുകയില്ല. അള്ളാഹുവിനെ അനുസരിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഹിജാബ്. തന്റെ തഖ്വയുടെ പ്രകടനമായിരിക്കണം ഹിജാബ്. തന്റെ ഈമാനിന്റെ അടയാളമായി കൊണ്ടായിരിക്കണം ഹിജാബ് ധരിക്കേണ്ടത്. രണ്ടായത്ത് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു. ഒരായത്ത് സൂറത്ത് നൂറിലെ ആയത്ത്, ഖുല്ലിൽ മുഅ്മിനാത്ത്, മുഅ്മിനാത്തുകളോട് പറയണം എന്നാണ് അവിടെ പറഞ്ഞത്. ഒരായത്ത് സൂറത്ത് അഹ്സാബില, വനിസാഇൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ ഭാര്യമാരെന്ന ഈ നിയമം, ഇസ്ലാമിലെ ഹിജാബിന്റെ നിയമം, അത് ബാധകം മുഅ്മിനീങ്ങൾക്കാണ്. ഒരാൾ മുഅ്മിനാവണോ മുഅ്മിനത്താവണോ, ഞാനൊരു യഥാർത്ഥ വിശ്വാസിയാവണം എന്ന് ലക്ഷ്യം വെക്കുന്ന ആളുകൾ ആ ഒരു ലക്ഷ്യത്തോടു കൂടിയായിരിക്കണം ഹിജാബ് ധരിക്കേണ്ടത് എന്ന് മനസ്സിലാക്കുക. നാലാമതായി, ഒരിക്കലും മറ്റൊരാൾക്ക് ദ്രോഹം ചെയ്യാൻ പാടില്ല എന്നത് ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ. ഒരു സ്ത്രീ അവളുടെ ശരീരത്തിന്റെ ഘടനയെയും വർണ്ണത്തെയും അതിന്റെ നിന്നോന്നതികളെയും പുറത്തേക്ക് പ്രകടമാകുന്ന രീതിയിൽ ഇറങ്ങിയാൽ അവൾ ഉണ്ടാകാൻ പോകുന്നത് ഫിത്നയാണ്. ഒരു സംശയമില്ല, സ്ഥാപിക്കേണ്ട ഒരു വിഷയമാണ്. പുരുഷന്മാരുടെ മനസ്സുകളിൽ അവർക്ക് അസ്വസ്ഥത ഉണ്ടാകും, പ്രയാസം ഉണ്ടാകും, താല്പര്യങ്ങൾ ഉണ്ടാകും. അവർ തങ്ങൾക്ക് അത് ആസ്വദിക്കുവാനുള്ള, അത് പല നിലക്ക് ആസ്വദിക്കുവാനുള്ള മേഖലകളിൽ അവർ ഇടപെടുകയും ചെയ്യും. അതുകൊണ്ട് മറ്റൊരുത്തരെ ദ്രോഹിക്കാൻ ഇറങ്ങുമ്പോൾ എന്നെ കണ്ടതിന്റെ പേരിൽ ഒരു മറ്റൊരാൾക്ക് ഒരു പ്രയാസം ഉണ്ടാവാൻ പാടില്ല എന്ന ചിന്തയുടെ അടിസ്ഥാനത്തിലായിരിക്കണം ഹിജാബ് ധരിക്കേണ്ടത്. ഹിജാബിന് മതത്തിൽ അതിൻ്റെതായിട്ടുള്ള ചില ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പന പാലിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആയിരിക്കണം ഹിജാബിന്റെ മേഖലയിൽ സ്ത്രീ സമൂഹം ശ്രദ്ധിക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല റബ്ബിന്റെ നിയമങ്ങളെ പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
الحمد لله حمدا كثيرا طيبا مباركا فيه كما ربنا ويرضى. الصلاة والسلام الأتمان الأكملان خاتم الأنبياء والمرسلين محمد آله وصحبه أجمعين. أما بعد يا أيها الناس أوصيكم وإياي ثانيا بتقوى الله. സഹോദരന്മാർ, റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തും. ഒരു മേഖലയും കൂടി ആ വിഷയത്തിന്റെ കൂടെ ചേർത്ത് വെക്കുക. ഏതൊരു ലക്ഷ്യം, ഏതൊരു തത്വമാണോ ഹിജാബിനുള്ളത്, അതിന് വിരുദ്ധമായൊരു നിലപാടിലാണ് മഹാഭൂരിപക്ഷം മുസ്ലിം സ്ത്രീകളും വെച്ചു പുലർത്തുന്നത്. എന്റെ സഹോദരിമാര് ശ്രദ്ധിക്കാൻ വേണ്ടി ഗൗരവത്തോടു കൂടി പറയാം. അതിവേഗതയിൽ ഞാൻ പറയട്ടെ. ഒന്ന്, മതപരമായ കാര്യങ്ങൾക്ക് വേണ്ടി ഹിജാബ് ധരിക്കുന്നു. പള്ളിയിൽ വരുമ്പോൾ ഹിജാബ് ഉണ്ട്, മദ്രസയിലേക്ക് പോകുമ്പോൾ ഹിജാബ് ഉണ്ട്, ദീനീ വേദികളിലേക്ക് ഖുർആൻ ക്ലാസ്സിന് വരുമ്പോൾ ഹിജാബ് ഉണ്ട്. എന്നിട്ട് കല്യാണത്തിന് പോകുമ്പോൾ അവൾ ഹിജാബ് മാറ്റി മറ്റു വസ്ത്രങ്ങളിലേക്ക് കയറും. അവൾ കോളേജിലേക്ക് പോകുമ്പോൾ, സ്കൂളിലേക്ക് പോകുമ്പോൾ, ഷോപ്പിങ്ങിന് പോകുമ്പോൾ മറ്റൊരു മേഖലയിലേക്ക്. ഇത് ഹിജാബ് എന്ന് പറയുന്ന, എന്തിനാണോ ഹിജാബ് നടപ്പിലാക്കാൻ വേണ്ടി പറഞ്ഞത്, അതിന്റെ അടിസ്ഥാനപരമായ തത്വത്തിന് വിരുദ്ധമാണ്. അത് ഹിജാബ് പാലിക്കലായി മാറുന്നില്ല, തന്നിഷ്ടം സ്വീകരിക്കുന്നു എന്ന് അതിന് പറയാൻ പറ്റും. ഇങ്ങോട്ട് വരുമ്പോൾ ഇഷ്ടം ഈ ഡ്രസ്സാണ്, അങ്ങോട്ട് പോകുമ്പോൾ ഇഷ്ടം ആ ഡ്രസ്സാണ്. അതുകൊണ്ട് തന്റെ ഇഷ്ടം ഏതോ ആ ഇഷ്ടം പ്രാവർത്തികമാക്കുന്നു എന്നല്ലാതെ താൻ അവിടെ ദീന് പാലിക്കുന്നില്ല, അള്ളാഹുവിനെ അനുസരിക്കുന്നില്ല എന്ന് എന്റെ സഹോദരിമാർ തിരിച്ചറിയേണ്ടതുണ്ട്. രണ്ട്, ഹിജാബ് വളരെ പരിചയമുള്ള ചില ആളുകളുടെ മുൻപിൽ ഹിജാബ് പാലിക്കാത്ത ആളുകൾ, വീടിന്റെ ഉള്ളിൽ തന്നെ വിവാഹം കഴിക്കാൻ അനുവദനീയമായ ആളുകളുടെ മുൻപിൽ ഒരു നിലക്കുമുള്ള മര്യാദകളും പാലിക്കാത്ത ആളുകൾ, സ്ഥിരമായി വീട്ടിലേക്ക് ഭക്ഷണത്തിന് വേണ്ടി കടന്നു വരുന്ന ഉസ്താദിന്റെ മുൻപിൽ ഹിജാബ് ഒന്നും വേണ്ടതില്ല എന്ന് ധരിച്ചു പോയ ആളുകൾ, സ്ഥിരമായി വീടിന്റെ മുൻപിൽ മത്സ്യം കൊണ്ടുവരുന്ന മത്സ്യക്കാരന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഹിജാബ് ഒന്നും നിർബന്ധമല്ല എന്ന് തെറ്റിദ്ധരിച്ചു പോയ, സ്ഥിരം കാണുന്ന മദ്രസയിലെ ഉസ്താദിനെ കാണുമ്പോൾ അവിടെ ഹിജാബ് ഒന്നും, ഒരു സ്ഥിരപരിചിതമായ മുഖങ്ങളിലേക്ക് ചെല്ലുമ്പോൾ ഹിജാബിന്റെ ഒരു നിർബന്ധമില്ലാത്ത രീതിയിൽ ജീവിക്കുന്ന ചില സഹോദരിമാരുണ്ട്. ആ നിലപാട് ഇതിന്റെ തത്വങ്ങൾക്ക് വിരുദ്ധമാണ്. മൂന്ന്, ഹിജാബ് എന്ന് പറഞ്ഞാൽ തലയിലിടുന്ന വസ്ത്രമാണ്, അത് മാറിലൂടെ മറയുന്നു. കേവലം ഒരു തുണിക്കഷ്ണം കൊണ്ട്, അതിന് കറുപ്പന്ന ആയാലും ശരി, തലയുടെ മുകളിലൂടെ 4 ചുറ്റല് ചുറ്റി കഴുത്തിലൂടെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇട്ടാൽ അത് ഇസ്ലാമിലെ ഹിജാബ് ആവുകയില്ല. അത് നിർബന്ധമായും അതിന്റെ അറ്റം ലോക്ക് ചെയ്തിരിക്കണം. ആ ലോക്ക് ചെയ്യുന്നതോടുകൂടി കഴുത്ത് മറഞ്ഞിരിക്കണം. അതിന്റെ ഭാഗത്തെ തന്നെ തന്റെ മാറിലൂടെ തൂക്കിയിടപ്പെടുകയും ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ മാത്രമേ അതിനെ ഇസ്ലാമിലെ ഹിജാബ് എന്ന് വിളിക്കുകയുള്ളൂ. അതല്ലാത്ത നിലയ്ക്ക് ഒരു തുണി എടുത്ത് തലയിൽ കൂടെ 10 റൗണ്ടോ 15 റൗണ്ടോ പറ്റാവുന്ന രീതിയിലൊക്കെ ഭംഗിയാക്കി ചുറ്റിയാൽ ഇസ്ലാമിലെ ഹിജാബ് ഞാൻ പാലിക്കുന്നില്ല എന്ന് എന്റെ സഹോദരിമാര് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. നാലാമതായി, അകത്ത് നല്ല ഏറ്റവും ഡെക്കറേറ്റീവ് ആയിട്ടുള്ള ആകർഷണീയമായ വസ്ത്രങ്ങൾ ധരിക്കുകയും വെറുതെ ഒരു സാധനം വളരെ നൈസായ ഒരു കറുത്ത ഒരു മുണ്ട് മുകളിൽ കൂടെ ഒരു ഷാള് പോലെ ഇങ്ങനെ ഇടും, പുറം ഭാഗം ഓപ്പൺ ചെയ്തിടുകയും ചെയ്യുന്ന ഒരു സ്ത്രീ ഇങ്ങനെ നടന്നു വരുമ്പോൾ ഫ്രണ്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് അവള് ധരിച്ച ചുരിദാറോ ടീഷർട്ടോ എന്താണോ അകത്തുള്ളതെങ്കിൽ അത് നേരെ പുറത്തേക്ക് ഇങ്ങനെ കാണുന്ന ഒരു അവസ്ഥ. ഇനി അത് ഫുള്ള് ഫ്രണ്ട് ലോക്കാണെങ്കിലും വളരെ നൈസായ തുണി കൊണ്ട് ഒരു കറുത്ത ഒരു പർദ്ദ പോലെ സാധനം ധരിച്ച് ഉള്ളിലുള്ള വസ്ത്രം നേരെ പുറത്തേക്ക് കാണുകയും ചെയ്യുന്ന ആ ഒരു രീതി ഇസ്ലാമിലെ ഹിജാബിന്റെ തത്വത്തിന് വിരുദ്ധമാണെന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. അഞ്ചാമതായി, വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള ആളുകൾ, ആ ആളുകളുടെ മുൻപിലേക്ക് വരുമ്പോൾ ഹിജാബ് സ്വീകരിക്കുന്നു. ഭർത്താവ് കണിശക്കാരനാ, മൂപ്പര് കാണുമ്പോഴൊക്കെ ഉഷാറാ, കണ്ണെന്നുണ്ട് മറിഞ്ഞു കഴിഞ്ഞാല് പിന്നെ കോലം മാറാം. ഉസ്താദിന്റെ മുമ്പിലേക്ക് വരുമ്പോ തലേന്ന് തോള് കിടക്കുന്ന പുറത്ത് കിടക്കുന്ന സാധനം എടുത്തെടുത്ത് തലേക്ക് കയറ്റുക. ഇതുപോലെയുള്ള ഉസ്താദുമാരെ, പിതാക്കന്മാരെ, ഭർത്താവിനെ, സെലക്റ്റീവ് ആയിട്ടുള്ള ആളുകൾ, അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി എന്നിട്ട് വാപ്പാന്റെ അടുത്ത് ഹിജാബൊക്കെ ധരിച്ചിട്ട് കുട്ടിയുടെ ഇറങ്ങിപ്പോകും. സ്കൂളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, അതിന്റെ കുത്തഴിച്ചിട്ട് പിന്നെ വേറെ കോലത്തിലാക്കി മാറ്റുക. ഇതിന് പിന്നെ ഒരു നിഫാക്ക്, പച്ചയായ കാപട്യത്തിന്റെ പ്രവർത്തനം. അല്ലാതെ ഞാൻ പിന്നെ ഒരു ഹിജാബ് ധാരിയാണ് എന്ന് കുറച്ചെങ്കിലൊക്കെ ഞാൻ ധരിച്ചിട്ടുണ്ട്, കുറച്ചേരല്ല ഞാൻ ഒഴിവാക്കിയിട്ടുള്ളൂ, അത്തരം ചിന്തകളിലേക്കൊന്നും സഹോദരിമാര് പോകേണ്ടതില്ല. പച്ചയായ മുനാഫിക്കിന്റെ പണിയാണ് ഞാൻ ചെയ്യുന്നത് എന്ന ഒരു തിരിച്ചറിവ് ഉണ്ടാവേണ്ടതാണ്.
ആറാമതായി സൂചിപ്പിക്കാനുള്ളത് ഹിജാബ് തന്നെ ഫിത്നയുമാണ്. ഹിജാബ് തന്നെ വളരെ വില കൂടിയ വസ്ത്രങ്ങളും വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള വളരെ ഡെക്കറേറ്റീവ് ആയിട്ടുള്ള വസ്ത്രങ്ങൾ കൊണ്ട് എന്ത് ചെയ്യുക, തൊലിയും മുടിയും ഒക്കെ മറച്ചിട്ടുണ്ട്. പക്ഷെ സാധനം ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ 10 ആള് നോക്കും. ആ കോലത്തിൽ വസ്ത്രധാരണ രീതി സ്വീകരിക്കുക, ഇതും ഹിജാബിന്റെ ലക്ഷ്യങ്ങൾക്ക് വിരുദ്ധമാണ്. ഏഴാമതായി ശ്രദ്ധിക്കേണ്ടത്, ഹിജാബൊക്കെ ധരിച്ചു എന്നിട്ട് ആവശ്യമായ അകലം പാലിക്കാതിരിക്കുക. നിക്കാബൊക്കെട്ട് ധരിച്ച് പിന്നെ ആണുങ്ങളുടെ ഇടയിൽ കൂടി എല്ലാറ്റിന്റെയും ഇടയിൽ കൂടെ ഇങ്ങനെ കൂടിക്കുഴയുന്ന ഒരവസ്ഥ ഹിജാബിന് ലക്ഷ്യമുണ്ട്. അതിൽ ഒന്ന് ലജ്ജയാണ്, ഒരു നാണം, ഒരു ഒതുക്കം, ഒരു ഒരടക്കം സ്ത്രീകളിൽ ഉണ്ടാവേണ്ടതാണ്. അത് പൂർണ്ണമായി നിഖാബ് ഉൾപ്പെടെയുള്ള, മുഖം മറക്കുന്ന നിഖാബ് ഉൾപ്പെടെയുള്ള ഹിജാബിലാണെങ്കിലും ശരി, പാലിക്കപ്പെടേണ്ട അകലങ്ങൾ പാലിക്കുകയും ഒറ്റക്കാകാതിരിക്കുകയും വാചാലതയിൽ സംസാരത്തിൽ കുറവ് വരുത്തുകയും ഒക്കെ ചെയ്തുകൊണ്ടുള്ള ഒരു അടക്കവും ഒതുക്കവും പ്രകടിപ്പിക്കൽ അതിന്റെ ഭാഗമാണെന്ന് തിരിച്ചറിയുക. എട്ടാമതായി സൂചിപ്പിക്കുവാനുള്ളത്, ഹിജാബ് പർദ്ദ ഉൾപ്പെടെയുള്ള മുഴുനീളൻ വസ്ത്രം അതെപ്പോഴും കാലിൽ നിന്ന് അല്പം താഴ്ന്നു നിൽക്കേണ്ടത്. ഒരു സ്റ്റെപ്പ് കയറുമ്പോൾ കണങ്കാല് കാണുന്ന, പാദസരം കാണുന്ന, കാലിലെ ആഭരണങ്ങൾ പ്രകടമാകുന്ന അവസ്ഥ ഉണ്ടാകുവാൻ, ചെരുപ്പൊക്കെ പ്രകടിപ്പിക്കാൻ വേണ്ടി മാത്രം ഇന്നത്തെ കുട്ടികൾ, നമ്മളെ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങിപ്പോണ കുട്ടികളുടെ ചുരിദാർ അത് ഞെരിയാണിന്റെ 2 ഇഞ്ച് 3 ഇഞ്ചൊക്കെ മേലെ, അതാ സ്റ്റിച്ച് ചെയ്യുമ്പോൾ തന്നെ അങ്ങനെ സ്റ്റിച്ച് ചെയ്യാം. പിന്നെ ഒന്നും കൂടി ഇങ്ങോട്ട് പിടിച്ച് വലിച്ച് കയറ്റിയിട്ട് ആ മസിലൊക്കെ ഇട്ട് ജാമാക്കിയിട്ട് നടക്കുന്ന ചില കുട്ടികളൊക്കെ കാണാൻ സാധിക്കും. ഈ ഒരു നിലപാട് അത് മേലെന്നിട്ട് നല്ല തട്ടം കൊണ്ട് ചുറ്റിയിട്ടുണ്ടാകും, ചിലപ്പോൾ ആ തട്ടം കൊണ്ട് മാറിലൂടെ മറച്ചിട്ടുണ്ടാകും. പക്ഷെ മറ്റേ തല മറക്കുമ്പോ ഈ തല പുറത്തേക്ക് പ്രകടമാകുന്ന ഈ ഒരു അവസ്ഥ ഹിജാബ് ധരിക്കുന്നിടത്ത് ഉണ്ടാകുവാൻ പാടുള്ളതല്ല. ഒൻപതാമതായി, തല ഇങ്ങനെ പകുതി മറച്ചു നടക്കുന്ന ചില ആൾക്കാർ, എന്തിനാന്ന് അറിയില്ല, അത് പൂർണ്ണമായിട്ട് മറക്കുകയോ മാറിലൂടെ മറക്കുകയൊന്നും ചെയ്തില്ല. പേരിനൊരു സാധനം തലയിൽ ഇങ്ങനെ ഉണ്ടാകും, അത് കുറച്ച് പകുതിയിലൊക്കെ ഉണ്ടാവും, പിന്നെ കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് ചാടും, പിന്നെ ഇടക്കൊന്ന് എടുത്തിടും. ഇങ്ങനത്തെ ഒരു അവസ്ഥ ശിരോവസ്ത്രം ധരിക്കുന്ന സഹോദരിമാരിൽ കാണാറുണ്ട്. ആ നിലപാടിൽ നിന്ന് മാറ്റം ഉണ്ടാവേണ്ടതാണ്. പത്താമതായിട്ട് സൂചിപ്പിക്കാനുള്ളത്, നല്ല ഇസ്ലാം പറയുന്ന ഹിജാബൊക്കെ സ്വീകരിച്ചു എന്നിട്ട് പിന്നെ കണ്ണൊക്കെ നന്നായി കൺമഷി എഴുതി, ചുണ്ടൊക്കെ നന്നായി ചോപ്പിച്ച്, മുഖത്തൊക്കെ നന്നായി വർണ്ണങ്ങൾ വാരി പൂച്ചിട്ട് അങ്ങനെ കുറെ സ്ത്രീകൾ നടക്കുന്നത്. വസ്ത്രം കൊണ്ട് മറക്കപ്പെടേണ്ടതൊക്കെ മറക്കപ്പെട്ടിട്ടുണ്ട്, എന്നതല്ലാത്ത നിലക്ക് പ്രകടിപ്പിക്കേണ്ടതൊക്കെ പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ഈ ഒരു അവസ്ഥ ഉണ്ടാകുവാൻ പാടുള്ളതല്ല. എൻ്റെ സഹോദരിമാരോട് വളരെ സ്നേഹപൂർവ്വം ഞാൻ വസിയത്ത് ചെയ്യുന്നു. ഇസ്ലാം എന്താണോ ഹിജാബ് കൊണ്ട് ലക്ഷ്യം വെച്ചത്, ആ ലക്ഷ്യം സ്വർഗപ്രവേശനമാണ്. ഇസ്ലാം ഹിജാബ് കൊണ്ട് ലക്ഷ്യം വെച്ചത് നരകത്തിൽ നിന്നുള്ള മോചനമാണ്, ദുനിയാവിലുള്ള സംരക്ഷണമാണ്. ഈ ഒരു ലക്ഷ്യം പൂർത്തീകരിക്കാൻ കഴിയുമാറായിരിക്കണം നമ്മുടെ വസ്ത്രധാരണ രീതിയെന്ന് എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം സ്ത്രീ സമൂഹത്തോട് വളരെ സ്നേഹപൂർവ്വം ഞാൻ വസിയത്ത് ചെയ്യുന്നു. ആണുങ്ങളോടൊന്നും പറയാതെ പോകുന്നില്ല, ഈ പറഞ്ഞതൊക്കെ പ്രാവർത്തികമാക്കേണ്ട ചുമതല നിങ്ങളിലാണ്. ഇന്നത്തെ ഖുതുബ ഇനി പെണ്ണുങ്ങൾക്കാണ്, അതുകൊണ്ട് രക്ഷപ്പെട്ടു കിടക്കട്ടെ അവിടെ നിന്ന്. എന്താണോ ഞാൻ പറഞ്ഞത്, ആ പറഞ്ഞത് മുഴുവൻ ഭാര്യയിൽ നടപ്പിലാക്കേണ്ട, എന്തൊക്കെയാണോ ഞാൻ പറഞ്ഞത് മുഴുവൻ പെൺമക്കളിൽ നടപ്പിലാക്കേണ്ട, തന്റെ നിയന്ത്രണത്തിലുള്ള സഹോദരിമാരിൽ നടപ്പിലാക്കേണ്ട, തന്റെ നിയന്ത്രണത്തിലില്ലാത്തവരോട് ഉപദേശിക്കേണ്ട, വസിയ്യത്ത് ചെയ്യേണ്ട ചുമതല നിങ്ങളിലുണ്ട്. സംസാരം റെക്കോർഡഡ് ആണ്, അതിന്റെ ബന്ധപ്പെട്ട ആളുകളിൽ നിന്ന് സ്വീകരിച്ച് ഭാര്യയെ കേൾപ്പിക്കാൻ, സഹോദരിമാരെ കേൾപ്പിക്കാൻ, ഭാര്യയുടെ ജ്യേഷ്ഠത്തിനെയും അനുജത്തിനെയും കേൾപ്പിക്കാൻ, തന്റെ ജ്യേഷ്ഠാനുജന്മാരുടെ ഭാര്യമാരെ കേൾപ്പിക്കാൻ, തന്റെ സ്വാധീന വലയത്തിലുള്ള സഹോദരിമാരിലേക്ക് ഈ നസീഹത്ത് അത് എത്തിക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങളിലാണ്. നിങ്ങളെ ചുമതലപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിന്റെ അഹ്കാമുകളെ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വളരെ ഗൗരവത്തോടുകൂടി ഒരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, എല്ലാവർക്കും അറിയുന്ന വിഷയമാണ്. നമ്മുടെ രാജ്യത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിന്റെ വോട്ടേഴ്സ് ലിസ്റ്റ്, അത് അടിയന്തര സ്വഭാവത്തോടു കൂടിയുള്ള ഒരു പരിഷ്കരണ പ്രക്രിയ SIR അത് നടന്നുകൊണ്ടിരിക്കുന്നു. എൻ്റെ മുഴുവൻ സഹോദരങ്ങളോട് ഞാൻ വസിയത്ത് ചെയ്യണം.
ചേർത്താനുള്ള അവരുടെ പേരുകൾ അവിടെ എത്തിപ്പെടാൻ എന്ത് നടപടി നമ്മുടെ പേര് ഒരാള് ഇന്ത്യൻ പൗരനാവുക, വേറൊരാൾ ഇന്ത്യൻ പൗരനാകാതിരിക്കുക, അങ്ങനെയൊക്കെ ആയാൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്തുകൾ അത് അതിഗുരുതരമായിരിക്കും. അതുകൊണ്ട് മറ്റേ പാർട്ടി അപ്പൊ ഈ പാർട്ടിയ ഈ നിരക്കുള്ള ചിന്തകളൊക്കെ ഒന്ന് ഒഴിവാക്കി വോട്ട് ചെയ്യലൊക്കെ ആളുകൾ ഇലക്ഷന്റെ സമയത്ത് അവരുടെ സൗകര്യം പോലെ അവർക്ക് ഇഷ്ടമുള്ള സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്തോട്ടെ. പക്ഷേ വോട്ടവകാശത്തിനു വേണ്ടിയുള്ള പ്രക്രിയ അതിൽ നമ്മുടേതായ ഒരു പങ്കാളിത്തം ഉണ്ടാവണം, ശ്രദ്ധിക്കണം എന്ന് എന്റെ സഹോദരന്മാർ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ ജീവിക്കുന്നിടത്തോളം കാലം അള്ളാഹുവിന്റെ നിയമങ്ങൾ മനസ്സമാധാനത്തോടുകൂടി വിശ്വാസ കർമ്മപരമായ കാര്യങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാവിധ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. وصلى الله على محمد وسلم والحمد لله رب العالمين.